പതുക്കെ കഴിച്ചാ മതി. കലക്കനായിട്ടുണ്ട് കേട്ടോ. എന്നാ ഒരു ടേസ്റ്റാ. കൊച്ചേർക്കൻ എന്നും ഇവിടെ നിന്നാ നോക്കിയിട്ടാ. കൊച്ചേർക്കനോ? ആ കൊച്ചേർക്കനെ. നാട്ടിലെല്ലാരും അവനെ കൊച്ചെന്നാണ് വിളിക്കുന്നത്. ഈ എബി ഗോപിന്നൊന്നും പറഞ്ഞാൽ അവിടെ ആർക്കും അറിയില്ല. ജോസൂഞ്ഞിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീടുണ്ടായിട്ട് വേണ്ട വീട്ടുകാരുണ്ടാവൻ. എനിക്ക് അങ്ങനെയൊന്നും പറയാൻ ആരും ഇല്ലെന്നേ. ഓ, ആ ഒരു കാര്യത്തിൽ കർത്താവ് തമ്പുരാൻ ജോസൂഞ്ഞിനോട് പിശുക്ക് കാണിച്ചു. പക്ഷേങ്കിലേ ദൈവം തമ്പുരാൻ നേരിട്ടിറങ്ങി വന്നവരൊരാളെ ഞങ്ങൾ രാജകുമാരിക്കാർക്കുണ്ട്. പൗലോസച്ചൻ. ആ പൗലോസച്ചൻ എന്നെ വളർത്തിയതേ പള്ളി വക അനാഥ മന്ദിരത്തിൽ. പാവം ഇപ്പൊ അവിടെയും വലിയ കഷ്ടപ്പാടാന്നേ. എന്നെ കൊണ്ടാവുന്ന പോലെ എന്തെങ്കിലും ജോലി എടുത്ത് പൗലോസച്ചനെ ഒന്ന് സഹായിക്കണമെന്നുണ്ട്. എവിടെ പാവങ്ങൾക്ക് എന്നും പാതാളം തന്നെ. എബിയോട് പറഞ്ഞാ ഹെൽപ്പ് ചെയ്യില്ലേ? ആര് കൊച്ചോ? നല്ല കാര്യമായി. അവൻ തന്നെ കരക്കാരുടെ ചെലവില്ലയോ കഴിയുന്നേ. അപ്പൊ എബി പറഞ്ഞല്ലോ അവര് വലിയ കാശുകാരാണെന്നും നാട്ടില് വലിയ വീടുണ്ടെന്നും. ബത്ലഹേം എന്ന വീടിന്റെ പേരെന്നും ഒക്കെ. എന്റെ മാതാവേ, നീ തന്നെ ചിരിപ്പിച്ച് കൊല്ലും. അവൻ പറഞ്ഞത് നേരാ. ബത്ലഹേമിലാ അവന്റെ താമസം. പക്ഷെ അത് അവന്റെ വീടല്ല. പ്രായമായവരെയും ആരും നോക്കാനില്ലാത്തവരെയൊക്കെ കൊണ്ട് താമസിപ്പിക്കുന്ന പള്ളി വക കെട്ടിടവാ. അവിടെയാ ഇപ്പൊ അവന്റെ പപ്പ. ഈ പാട്ടിന്റെ ഒക്കെ വലിയ ആളായിരുന്നു കേട്ടോ അവന്റെ പപ്പ. ബോംബെയിലോങ്ങാണ്ടായിരുന്നു പണ്ട് അവര് താമസം. പറഞ്ഞിട്ട് തന്നെ ആ കാര്യം. പുള്ളി കുത്തിവെക്കുന്ന മയക്കുമരുന്നിന്റെ ആളായിരുന്നേ. ആ ഒടുക്ക സഖി കെട്ടപ്പം താലിയും വലിച്ചു പറിച്ച് പപ്പാടെ മുഖത്തോട്ട് എറിഞ്ഞിട്ട് അവന്റെ മമ്മി ഒരൊറ്റ പോക്ക. അന്നീ കൊച്ചു തീരെ കൊച്ച. പിന്നെ എങ്ങനെയോ ഞങ്ങളുടെ നാട്ടിൽ വന്ന് പെട്ടതാ കൊച്ചു അവന്റെ പപ്പായി. സ്വന്തം എന്ന് പറയാനൊരു വീടുണ്ട്. പക്ഷെ അതിപ്പോ പൂട്ടിക്കിടന്ന് ചെതലരിച്ചു. പപ്പയുടെ ചികിത്സയ്ക്ക് തന്നെ ഒരുപാട് കാശാവും. അതൊക്കെ ഉണ്ടാക്കാനാ അവൻ ഈ ചെമ്മീൻ കമ്പനി പണിക്ക് വന്നത്. അവനിതൊന്നും ആരോടും പറയില്ല. നീ സഹതാപം കാണിക്കുന്നു പറഞ്ഞു. അവനൊന്നും ഇഷ്ടമല്ല. എബി, ഓ, ഒരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റോ? എനിക്കോ? എന്നാടാ ഇത്? ചിക്കനാ? ഇതല്ലടാ, ഇതെന്നാ ഒരു വരവാ. നീ ഇതെങ്ങനെ ഇവിടെ എത്തി? അതൊക്കെ എത്തി. അല്ലടാ നീ എന്നെ ഈ പെങ്ങന്മാരെയൊക്കെ പറഞ്ഞു പറ്റിച്ചേക്കുന്നേ. നിന്റെ പപ്പ ഏതാണ്ട് വലിയ പപ്പ അല്ലല്ലോ, ഡാഡി അല്ലേ. ഞാൻ അങ്ങനെയല്ലേ വിളിക്കാറ്. ഇവരെല്ലാം മറന്നു. ഡാഡിയോ? എന്നാ നീ ഇങ്ങ് വന്നേ, ഞാൻ ചോദിക്കട്ടെ. ആ നിക്കടാ കാര്യം പറയണം. നീ അങ്ങ് ക്ഷീണിച്ച് നിറമൊക്കെ പോയല്ലോ. എന്ത് പറ്റണം? നീ തന്നെ അതിനെ എന്നെ പിടിച്ച് തള്ളുന്നേ. നിന്നോട് ആരെപ്പോ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ പറഞ്ഞു? എടാ മിനിഞ്ഞാന്നെങ്ങാണ്ട് സൈമൺ അച്ചായൻ പൗലോസിനെ വിളിച്ച് പറഞ്ഞേ ഇങ്ങോട്ട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു വിടാൻ. എന്നാ സംഭാവന കാശ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് ബത്ലഹേമിലോട്ട്. എന്നാ അതും വാങ്ങിച്ചോണ്ട് വാടാന്ന് പറഞ്ഞ പൗലോസിന് എന്നെ പറഞ്ഞു വിട്ടതാ. കൂട്ടത്തിൽ നിന്നെ ഒന്ന് കാണാമല്ലോ. അല്ലടാ നീ എന്നൊക്കെ ഇവിടെ പറഞ്ഞു വെച്ചേക്കുന്നേ. നിന്റെ കൊല്ലിഞ്ഞാൻ എന്തെങ്കിലും നീ പറഞ്ഞോടാ. ഞാൻ പറയൂടാ, നിന്നെ എനിക്കറിയത്തില്ലയോ. നീ നല്ല ഗമയിലങ്ങ് നടന്നു. നീ എടാ കൊച്ചേ, ഇവിടെ എന്തുമാത്രം മദാമമാരാടാ. അതും കൊച്ചിനിക്കോട്ടുണ്ട്. ഓ എന്റെ ആപ്പീസ് അടച്ചുപോയി. ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ട് പറ്റുമെങ്കിൽ ഒരു മദാമേനെയും കൊണ്ട് ഞാൻ ഇനി രാജകുമാരിക്കുള്ളൂ. എന്റെ മാതാവേ, വൃത്തികെട്ടവനെ അവന്റെ കോഴിക്കാലും. ഇതെന്നാ ചെയ്തായി പോയി.